ക്രിസ്ത്യൻ പുരോഹിതരെ ആക്രമിക്കൂ, പ്രതിഫലമായി ലക്ഷങ്ങൾ തരാം. BJP MLAയുടെ പ്രസ്താവനയിൽ പ്രതിഷേധവുമായി ക്രൈസ്തവർ. മഹാരാഷ്ട്രയിൽ ക്രൈസ്തവ നേതൃത്വത്തിനെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത BJP MLAക്കെതിരെ വൻ പ്രതിഷേധവുമായി ക്രൈസ്തവ വിശ്വാസികൾ. BJP MLA ഗോപീചന്ദ് പതൽക്കറിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെയാണ് മഹാരാഷ്ട്രയിലുടനീളമുള്ള ആയിരക്കണക്കിന് ക്രൈസ്തവർ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ ഒത്തുകൂടിയത്. സകൽ ക്രിസ്റ്റി സമാജ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ 20-ലധികം ക്രൈസ്തവ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയിരുന്നു. പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിയായിരുന്നു ക്രൈസ്തവരുടെ പ്രതിഷേധം. ക്രൈസ്തവ പുരോഹിതർക്കും പാസ്റ്റർമാർക്കുമെതിരെ ആക്രമണത്തിന് ആഹ്വാനവും പ്രതിഫലവും വാഗ്ദാനം ചെയ്തുള്ള ജാട്ട് നിയോജക മണ്ഡലം MLA ഗോപീചന്ദ് പതൽക്കറിന്റെ വർഗീയ പരാമർശമുള്ള വീഡിയോ ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. വീഡിയോയിലെ ചില ഭാഗങ്ങളാണിവ. आता आपण बैलगाड्याच्या शर्यती लावतो, लोक बक्षीस लावतात 5 लाख रुपये, 3 लाख रुपये दुसरा नंबर, 2 लाख रुपये तिसरा नंबर, 1 लाख रुपये चौथा नंबर, 50,000 पाचवा नंबर. आता तुम्ही बक्षीस अशी लावा, गावात कोण धर्मांतरण करायला आला त्याला ज्याला ठोकून काढेल त्याला 5 लाख रुपये, दुसऱ्याला ठोकून काढेल त्याला 4 लाख रुपये, तिसऱ्याला ठोकून काढेल त्याला 3 लाख रुपये आणि ज्याला पूर्ण त्याचा सैराट करून टाकेल त्याला 11 लाख रुपये. हे करा. മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ക്രിസ്ത്യൻ വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് 3 ലക്ഷം രൂപ മുതൽ 11 ലക്ഷം രൂപ വരെ പാരിതോഷികവും വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഗോപീചന്ദിന്റെ വർഗീയ പ്രസംഗം. ശക്തമായ പ്രതിഷേധമുയർന്നിട്ടും സംസ്ഥാന സർക്കാർ കാട്ടിയ മൗനം അപകടകരമാണെന്ന് ബോംബെ കാത്തലിക് സഭ എന്ന സംഘടനയുടെ മുൻ പ്രസിഡന്റ് റാഫേൽ ഡിസൂസ കാത്തലിക് കണക്റ്റിനോട് പറഞ്ഞു. BJP സർക്കാരിന്റെ സ്വന്തം സിറ്റിംഗ് MLAമാരിൽ ഒരാളായ ഗോപീചന്ദ് പതൽക്കർ ഈ ക്രിസ്ത്യാനികളെ ആക്രമിക്കൂ, ഞാൻ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞപ്പോഴും മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനത്തിനിടെ അദ്ദേഹത്തിനെതിരെ ഭരണകൂടം ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് റാഫേൽ ഡിസൂസ ചൂണ്ടിക്കാട്ടി. പതൽക്കറുടെ രാജിയും FIRഉം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളമുള്ള നിരവധി നഗരങ്ങളിലും വിവിധ ജില്ലകളിലും സമാനമായ ധർണകളും പ്രതിഷേധ പരിപാടികളും നടക്കുന്നുണ്ട്. जरूर प्रवीणशी घेताना आम्हाला शांतीचा मार्ग स्वीकारायला सांगितला असला तर आता आम्हाला जशा तसं उत्तर देण्याची आवश्यकता आहे.